സർ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി വരികയാണ് സർ. ഇത് നമ്മെല്ലാം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ധാരാളം പേര് അതിനെ പാരവയ്ക്കാനും വേല വെക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും വിഴിഞ്ഞം പദ്ധതി നമ്മുടെ ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ് സർ. ആ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മത്സ്യത്തൊഴിലാളികളുണ്ട് സർ. ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഈ വിഴിഞ്ഞം പദ്ധതി മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, അതിൽ ഭൂരഹിതരുണ്ട്, ഭവനരഹിതരുണ്ട്. അവർക്ക് ഭവന നിർമ്മാണത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കുമോ സർ? സർ, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് 1565 പേരുടെ പട്ടിക ലഭിച്ചിരുന്നു. ഇതിലെ 1023 പേർ 2017-20 വർഷങ്ങളിൽ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 542 പേരെ ഉൾപ്പെടുത്തുന്നതിന് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കത്ത് നൽകി. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ 542 പേരെ കൂടി ഉൾപ്പെടുത്തി നിർദ്ദേശം തയ്യാറാക്കി അത് നടപ്പാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട LSTD വകുപ്പുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യും. തുറമുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംരക്ഷിക്കേണ്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് നിലപാടുമായി മുന്നോട്ട് പോകുന്നു പറയാൻ ആഗ്രഹിക്കുക.